ഹലോ കുട്ടികളെ, ഇന്ന് നമ്മൾ നോക്കാൻ പോണ ക്വസ്റ്റ്യൻ പേപ്പർ ബേസിക് സയൻസിൻ്റെ ആണ്. 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ മോഡൽ പേപ്പറാണ് നോക്കുന്നത്. എക്സാമിന് എല്ലാവരും ടെക്സ്റ്റ് നോട്ടൊക്കെ നല്ലപോലെ വായിക്കണം. ഇതിലും എത്ര ആക്ടിവിറ്റീസ് നമുക്ക് തരും? 8 ആക്ടിവിറ്റീസ് തരും. അതിലത്തെ 6 എണ്ണം നിങ്ങൾ ചെയ്തിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ആക്ടിവിറ്റി 1 എന്താണെന്ന് നോക്കാം. Seena is trying to find out which materials dissolve in water and which do not. സീന എന്ത് ചെയ്യാണ്? സീന എന്ത് കണ്ടുപിടിക്കുകയാണ്? ഏതൊക്കെ മെറ്റീരിയൽസ് വെള്ളത്തിൽ ഡിസോൾവ് ആകും, അലിഞ്ഞു ചേരും, അല്ലെങ്കിൽ ഏതൊക്കെ അലിഞ്ഞു ചേരില്ല എന്നുള്ളൊരു കണ്ടുപിടുത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആസ് എ ഫസ്റ്റ് സ്റ്റെപ്പ്, അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് എന്താണ് അവൾ ചെയ്യുന്നത്? ഷീ മെയ്ഡ് എ ലിസ്റ്റ് ഓഫ് തിങ്സ് എറൗണ്ട് ഹെർ. അവളുടെ ചുറ്റുമുള്ള കുറച്ച് കാര്യങ്ങൾ അവൾ എടുത്ത് സജ്ജീകരിച്ച് വെച്ചു. നമ്മൾക്ക് ചുറ്റും കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കേട്ടോ. അതുപോലെ അവളുടെ സീനയ്ക്ക് ചുറ്റും കിട്ടുന്ന കുറച്ച് കാര്യങ്ങളെടുത്ത് ലിസ്റ്റ് ചെയ്ത് വെച്ചു. ബേസ്ഡ് ഓൺ ദ ലിസ്റ്റ്. എങ്ങനെയാണ് അവൾ, എന്ത് ബേസിലാണ് ആ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്? ഷീ ഗസ്ഡ് വിച്ച് മെറ്റീരിയൽ വുഡ് ഡിസോൾവ്. ഏതൊക്കെ മെറ്റീരിയൽസ് വെള്ളത്തിൽ ഡിസോൾവ് ആകും, ഏതൊക്കെ ഡിസോൾവ് ആവില്ല. വിച്ച് വുഡ് നോട്ട്. ബട്ട് വെൻ ഷീ ഡിഡ് ദ എക്സ്പെരിമെൻറ്റ് ഷീ ഫൗണ്ട് മെനി ഓഫ് ഹർ ഗസ്സസ് വെർ റോങ്. അപ്പോൾ സീന ലിസ്റ്റ് ചെയ്ത ആ ഒരു കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, ഗസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ അവളുടെ എക്സ്പെരിമെൻറ്റിലൂടെ തെറ്റാണെന്ന് മനസ്സിലായി. അപ്പോൾ സീന ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ചില കാര്യങ്ങളൊക്കെ അവൾ ഗസ് ചെയ്തത് തെറ്റാണ്. അപ്പോൾ ഹിയർ സീനാസ് ഗസ്സസ്. സീന എന്തൊക്കെയാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് നോക്കാം. എങ്ങനെയാണ്? 2 ബോക്സിലായിട്ടാണ് തരംതിരിച്ച് വെച്ചിരിക്കുന്നത്. ഒന്ന് ഡിസോൾവ്സ് ഇൻ വാട്ടർ, ഡസ് നോട്ട് ഡിസോൾവ് ഇൻ വാട്ടർ. വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്നവ, വെള്ളത്തിൽ അലിഞ്ഞു ചേരാത്തവ. അപ്പോൾ ഫസ്റ്റ് നോക്കാം. ഷുഗർ ഡിസോൾവ് ആവോ? അല്ലേ, വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്നതാണ്. അപ്പോൾ ഡിസോൾവ് ഇൻ വാട്ടർ എന്ന ബോക്സിൽ തന്നെയാണ് വരേണ്ടത്. അപ്പോൾ ഷുഗർ ഡിസോൾവ് ആവും. ടീ പൗഡർ ഡിസോൾവ് ആവോ? ടീ പൗഡർ ഡിസോൾവ് ആവില്ല. പക്ഷേ എന്താവും? അതിലത്തെ ആ ടിക്കോഷനൊക്കെ വെള്ളത്തിൽ അലിഞ്ഞു ചേരുള്ളൂ. പക്ഷേ ടീ പൗഡർ അലിഞ്ഞു ചേരില്ലല്ലോ, അപ്പോൾ ഇത് വരില്ല. അടുത്ത ചില്ലി പൗഡർ അലിഞ്ഞു ചേരുമോ? അല്ലേ, അലിഞ്ഞു ചേരാറുണ്ട് അല്ലേ, ചില്ലി പൗഡർ അലിഞ്ഞു ചേരാറുണ്ട്. പൊട്ടാസ്യം പെർമാഗ്നേറ്റ് അലിഞ്ഞു ചേരുമോ? അതുപോലെ സാൻഡ് അലിഞ്ഞു ചേരുമോ? ഇതൊക്കെ നിങ്ങൾ നോക്കണം. അടുത്തത് എന്താ? കോപ്പർ സൾഫേറ്റ്, ബേക്കിംഗ് സോഡ അലിഞ്ഞു ചേരും. അയൺ പൗഡർ, സോൾട്ട് അലിഞ്ഞു ചേരും. സോപ്പ് പൗഡർ അലിഞ്ഞു ചേരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിലെന്താണ് ഇത്? നിങ്ങൾ ഇത് 2 വായിച്ച് നോക്കുക. ഇങ്ങനെ ബോക്സ് തന്നാൽ എന്നിട്ട് സബ് ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ദ മിസ്റ്റേക്സ് ഇൻ സീനാസ് ലിസ്റ്റ് ആൻഡ് കറക്റ്റ് ദം. എന്താണ്? സീന ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഫൈൻഡിങ്സ് തെറ്റാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? കറക്റ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഇതുപോലൊരു ബോക്സ് വരച്ച് ഡിസോൾവ് ഇൻ വാട്ടർ, ഡസ് നോട്ട് ഡിസോൾവ് ഇൻ വാട്ടർ എന്ന് ബോക്സ് 2ആയി തരംതിരിച്ച് ഡിസോൾവ് ആവുന്നവ ഒരു ബോക്സിലും ഡിസോൾവ് ആവാത്തത് അപ്പുറത്തെ ബോക്സിലും നിങ്ങൾ എഴുതണം. അതാണ് ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ. അടുത്തത് എന്താണ്? വിച്ച് ഗ്യാസ് ഈസ് ഡിസോൾവ് ഇൻ സോഡ വാട്ടർ. ഏത് ഗ്യാസാണ് സോഡ വാട്ടറിൽ ഡിസോൾവ് ആവുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വെൻ ഷുഗർ ഡിസോൾവ്സ് ഇൻ വാട്ടർ, വാട്ട് ആർ ദ സൊല്യൂട്ട്, സോൾവെൻറ്റ് ആൻഡ് സൊല്യൂഷൻ. ഇനി ഷുഗർ നമ്മൾ വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്നതാണ് നമുക്കറിയാം. അങ്ങനെ ഷുഗർ വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്ന സമയത്ത് അലിഞ്ഞു ചേർക്കുമ്പോൾ വാട്ട് ആർ ദ സൊല്യൂട്ട്, അതിൽ സൊല്യൂട്ട് ഏതാണ്, സോൾവെൻറ്റ് ഏതാണ്, സൊല്യൂഷൻ ഏതാണ്? സൊല്യൂട്ട് ഏതാണ്? ഷുഗറാണ്. സോൾവെൻറ്റ് എന്താണ്? അതിൽ സോൾവെൻറ്റ് വെള്ളമാണ്. എന്തിലാണ് നമ്മൾ അലിഞ്ഞു ചേർക്കുന്നത്? വെള്ളത്തിലാണ്. അത് നമുക്ക് എന്ത് റിസൾട്ട് എന്ത് കിട്ടും? അതിൻ്റെ സൊല്യൂഷൻ എന്തായിരിക്കും? ഷുഗർ വാട്ടർ ആയിരിക്കും അല്ലേ. അപ്പോൾ സൊല്യൂട്ട്, സോൾവെൻറ്റ് ഇതൊക്കെ നിങ്ങൾ ടെക്സ്റ്റ് നോക്കി നല്ലപോലെ പഠിച്ചിട്ട് വേണം പോകാൻ. നെക്സ്റ്റ് ആക്ടിവിറ്റി 2. അനലൈസ് ദ ടേബിൾ ഷോയിങ് ദ ഡെയിലി യൂസേജ് ഓഫ് പ്യുവർ വാട്ടർ. ഈ ടേബിൾ നോക്കിയിട്ട് നമ്മൾ എന്ത് മനസ്സിലാക്കണം? അനലൈസ് ചെയ്യണം. നമ്മളുടെ ഡെയിലി യൂസേജ് പ്യുവർ വാട്ടർ എത്രത്തോളം നമ്മൾ ദിവസവും ഉപയോഗിക്കുന്നുണ്ട്. ഡ്രിങ്കിങ്ങിന് എത്ര ഉപയോഗിക്കുന്നു? 2.5 to 3.5. കുക്കിംഗ് ഫുഡ് 3 to 4. ബാത്തിങ് ആൻഡ് വാഷിംഗ് ക്ലോത്ത്സ് 30 ലിറ്റേഴ്സ്. വാഷിംഗ് അനിമൽസ് 25 ലിറ്റേഴ്സ്. വാഷിംഗ് വെഹിക്കിൾസ് 50 ലിറ്റേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. ഇതൊക്കെ നോക്കുക, നല്ലപോലെ വായിച്ച് നോക്കുക. അതിനുശേഷം ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക. എന്താണ് സബ് ക്വസ്റ്റ്യൻ? എക്സാമിൻ ദ ടേബിൾ ആൻഡ് ഫൈൻഡ് വിച്ച് ആക്ടിവിറ്റീസ്
വിച്ച് ആക്ടിവിറ്റീസ് വേസ്റ്റ് പ്യുവർ വാട്ടർ. മേലെ തന്നിട്ടുള്ള ടേബിളൊക്കെ വായിച്ച് നോക്കിയിട്ട് അതിൽ നിന്നും ഏത് ആക്ടിവിറ്റിക്കാണ് ഈ പ്യുവർ വാട്ടർ ശുദ്ധമായ വെള്ളം വേസ്റ്റായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ? ഇത് പ്യുവർ വാട്ടറിൻ്റെ ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത്, പ്യുവർ വാട്ടറിൻ്റെ ഉപയോഗമാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ഏതൊക്കെ ആക്ടിവിറ്റീസിനാണ് നമ്മൾ ശുദ്ധമായ വെള്ളം ഉപയോഗിക്കുന്നത്? ശുദ്ധമായ വെള്ളം നമ്മൾ എന്തിനാണ് ഉപയോഗിക്കേണ്ടത് ശരിക്കും? ഡ്രിങ്കിങ്ങിന്, കുക്കിങ്ങിന് അല്ലേ, നമുക്ക് ബാത്തിങ് ആൻഡ് വാഷിംഗ് ക്ലോത്ത്സിനാണ് നമുക്ക് പ്യുവർ വാട്ടർ ഉപയോഗിക്കേണ്ടുള്ളൂ. അപ്പോൾ നമ്മൾ വാഷിംഗ് അനിമൽസിനും വാഷിംഗ് വെഹിക്കിൾസിനും നമ്മൾ ശുദ്ധമായ വെള്ളം, കുടിക്കുന്ന വെള്ളം നമ്മൾ ഉപയോഗിക്കാൻ പാടുണ്ടോ? ഇല്ല. അപ്പോൾ ഏതാണെന്ന് മനസ്സിലായി. വാട്ട് ഈസ് പെർസെൻറ്റേജ് ഓഫ് വാട്ടർ പെർസെൻറ്റ് ഇൻ ഹ്യൂമൻ ബ്ലഡ്? വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് വാട്ടർ പ്രസൻറ്റ് ഇൻ ഹ്യൂമൻ ബ്ലഡ്? മനുഷ്യ ശരീരത്തിലെ രക്തത്തിലെ വെള്ളത്തിൻ്റെ അളവിൻ്റെ പേഴ്സൻറ്റേജ് എത്രയാണ് എന്നാണ് ചോദിക്കുന്നത് അല്ലേ. 92 ഒക്കെ വരുന്നില്ലേ, 95 92 ഒക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി വായിച്ചിട്ട് അത് എഴുതുക. ഇനി മനസ്സിലാക്കിയിട്ട് പോവുക. അടുത്തത് ക്രിയേറ്റ് എ പോസ്റ്റർ ടു മേക്ക് സ്റ്റുഡൻറ്റ് ഇൻ യുവർ സ്കൂൾ അവെയർ ഓഫ് പ്രിവെൻറ്റിംഗ് പ്യുവർ വാട്ടർ വേസ്റ്റേജ്. നിങ്ങൾ എന്തുണ്ടാക്കണം? ക്രിയേറ്റ് എ പോസ്റ്റർ, ഒരു പോസ്റ്റർ ഉണ്ടാക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളുടെ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്യുവർ വാട്ടറിൻ്റെ വേസ്റ്റേജിൽ നിന്നും സംരക്ഷണം, വെള്ളം പാഴാക്കരുത്, ശുദ്ധമായ വെള്ളം പാഴാക്കരുത് എന്നൊരു അവയർനെസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഒരു പോസ്റ്റർ തയ്യാറാക്കുക. അടുത്ത ആക്ടിവിറ്റി 3, ദി സീഡ്സ് ഓഫ് പ്ലാന്റ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ടു വേരിയസ് പ്ലേസസ് അല്ലേ. എന്താണ്? ചെടികളുടെ വിത്തുകളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട് പല സ്ഥലങ്ങളിലും. ആസ് എ റിസൾട്ട് അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഡിഫറെൻറ്റ് പ്ലാന്റ്സ് ആർ ഫൗണ്ട് ഇൻ വൺ റീജിയൻ അല്ലേ. പലതരം പ്ലാന്റ്സ് എങ്ങനെയാണ്? പലതരം പ്ലാന്റ്സ് ഒരേ സ്ഥലത്ത് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ദ സെയിം പ്ലാന്റ് ക്യാൻ ബി ഫൗണ്ട് ഇൻ വേരിയസ് റീജിയൻസ്. ഇതേ പ്ലാന്റ് തന്നെ നമ്മൾ വേറെ സ്ഥലങ്ങളിലും റീജിയൻസിലും കാണാറുണ്ട്. പ്ലാന്റ്സ് യൂസ് സെവറൽ മെത്തേഡ്സ് ഫോർ സീഡ്സ് ഡിസ്പേഴ്സൽ. എന്താണ്? പ്ലാന്റ്സ് യൂസ് സെവറൽ മെത്തേഡ്സ് ഫോർ സീഡ് ഡിസ്പേഴ്സൽ. സീഡ് ഡിസ്പേഴ്സലിന് വേണ്ടിയിട്ടുള്ള പ്ലാന്റ് യൂസ് ചെയ്യുന്ന സെവറൽ മെത്തേഡ്സ് ഏതൊക്കെയാണ്? മെത്തേഡ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. മെത്തേഡ്സ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്കറിയാലോ. പ്ലാന്റ് യൂസ് സെവറൽ മെത്തേഡ്സ് ഫോർ സീഡ് ഡിസ്പേഴ്സലിന് വേണ്ടിയിട്ട് പല മെത്തേഡുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ. ഇനി ക്വസ്റ്റ്യൻ 1, ഫ്രം ദ ഗിവൺ പ്ലാന്റ്സ് ഐഡൻറ്റിഫൈ വെൻ വൺസ് ആർ ഡിസ്പേഴ്സ്ഡ് ബൈ ബേർഡ്സ്. നമ്മൾക്ക് പലതരത്തിലും സീഡ് ഡിസ്പേഴ്സൽ സംഭവിക്കാറുണ്ട് അല്ലേ. ബേർഡ്സിലൂടെ, വിൻഡിലൂടെയൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഫ്രം ദ ഗിവൺ പ്ലാന്റ്സ്, താഴെ കുറച്ച് പ്ലാന്റ്സിൻ്റെ പേര് തന്നിട്ടുണ്ട്. ഐഡൻറ്റിഫൈ വിച്ച് വൺ ആർ ഡിസ്പേഴ്സ്ഡ് ബൈ ബേർഡ്സ്. ബേർഡ്സ് ഡിസ്പേഴ്സ് ചെയ്യുന്നതിലൂടെ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ഏതാണ്? ഈ 3 എണ്ണത്തിൽ ഏത് പ്ലാന്റ് ആണ് എന്നാണ് ചോദിക്കുന്നത്. ഏതാ വരിക? ഗൂവയായിരിക്കും വരിക അല്ലേ. ഗൂവയാണ് വരിക. ഗൂവയൊക്കെ പക്ഷികളൊക്കെ തിന്നിട്ട് പോയി ഡിസ്പേഴ്സ് ചെയ്യുന്ന സ്ഥലത്ത് എന്തുണ്ടാവും? ഗൂവാൻ്റെ ചെടി ഉണ്ടാവും, വലുതായി വളർന്ന് മരങ്ങളുണ്ടാവും. അടുത്തത് കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ഓൺ സീഡ് ഡിസ്പേഴ്സൽ. സീഡ് ഡിസ്പേഴ്സലിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് താഴെ തന്നിട്ടുണ്ട്. ചില ഭാഗങ്ങൾ മിസ്സിംഗ് ആണ്, അതൊക്കെ കംപ്ലീറ്റ് ചെയ്യാം. മെത്തേഡ്സ് ഓഫ് സീഡ് ഡിസ്പേഴ്സൽ. മെത്തേഡ്സ് ആണ് സീഡ് ഡിസ്പേഴ്സലിൻ്റെ. എന്തിലൂടെയൊക്കെയാണ് ഡിസ്പേഴ്സൽ സംഭവിക്കുന്നത്? വിൻഡ്, എന്തായിരിക്കും വരിക? അതുപോലെ വാട്ടർ, ബൈ ബേസ്റ്റ് ആൻഡ് റിലീസ്. ഇവിടെ എന്താ വരിക? ബേർഡ് അല്ലേ. ബേർഡ്സ് കൊണ്ടുപോയിട്ടിട്ട് വരും. വിൻഡിലൂടെ എങ്ങനെയാണ്? മിൽക്ക് വീഡ് പപ്പസ് ഉണ്ടാവും. ഇവിടെ മിസ്സിംഗ് ആണ്, ഇവിടെ നിങ്ങൾ ഫില്ല് ചെയ്യണം. ഇനി ഇതിൽ മാംഗോ, മലബാർ പ്ലം. വാട്ടറിലൂടെ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ബൈ ബേസ്റ്റ് ആൻഡ് റിലീസ്. അതിലൂടെ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? പൊട്ടിത്തെറിച്ചിട്ടൊക്കെ വിത്തുകൾ തെറിച്ച് പോയിട്ടൊക്കെ ഉണ്ടാവില്ലേ. കോട്ടൺ അങ്ങനെയാണ് ഉണ്ടാവുന്നത് അല്ലേ. അതുപോലെ വേറെ ഒരു പ്ലാന്റും കൂടെ അങ്ങനെ ഉണ്ടാവുന്നുണ്ട്. ഇതെല്ലാം ടെക്സ്റ്റിലുണ്ട്. നല്ലപോലെ ടെക്സ്റ്റ് വായിച്ച് നോക്കുക. ഇതെല്ലാം ഫില്ല് ചെയ്യണം കേട്ടോ. ശ്രദ്ധിച്ച് വായിക്കണം ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ. അടുത്ത ആക്ടിവിറ്റി 4 ആണ്. ഒബ്സർവ് ദ പിക്ചേഴ്സ് ഓഫ് ലീവ്സ് ആൻഡ് റൂട്ട്സ് ഓഫ് പ്ലാന്റ്സ് ലൈക്ക് ഗ്രീൻ ഗ്രാം, മാംഗോ, കൊക്കനട്ട് ആൻഡ് ബാംബു. എന്താണ്? താഴെ കുറച്ച് പിക്ചർ തന്നിട്ടുണ്ട്. അതിൽ എന്തൊക്കെയാണുള്ളത്? കുറച്ച് ലീവ്സും കുറച്ച് റൂട്ട്സും ആണ്. എന്തിൻ്റെ? പ്ലാന്റ്സിൻ്റെ. എന്തിൻ്റെയൊക്കെ പ്ലാന്റ്സാണ് തന്നിരിക്കുന്നത്? ഗ്രീൻ ഗ്രാം, മാംഗോ, കോക്കനട്ട്, ബാംബു. ഈ 4 പ്ലാന്റ്സിൻ്റെ റൂട്ട്സും തന്നിട്ടുണ്ട്, ലീവ്സും തന്നിട്ടുണ്ട് അല്ലേ.
ക്വസ്റ്റ്യൻസ് നോക്കാം. ഒബ്സർവ് ദ ഇമേജ് ആൻഡ് ഐഡൻറ്റിഫൈ 2 പ്ലാന്റ്സ് വിത്ത് ദ സെയിം വെനേഷൻ പാറ്റേൺ. ഇതിലത്തെ ഏതോ 2 പ്ലാന്റ്സ് സെയിം വെനേഷൻ പാറ്റേണിലുള്ളതാണ്. ഏതോ 2 പ്ലാന്റ്സ് സെയിം വെനേഷൻ പാറ്റേണിലുള്ളതാണ്. ഏതൊക്കെയായിരിക്കും നിങ്ങൾ നോക്കുക, അത് എഴുതുക. റൈറ്റ് ദ നെയിംസ് ഓഫ് ദ വെനേഷൻ പാറ്റേൺസ് ആൻഡ് റൂട്ട് സിസ്റ്റം ഫോർ ഈച്ച് പ്ലാന്റ്. എന്താണ് പറയുന്നത്? റൈറ്റ് ദ നെയിംസ് ഓഫ് വെനേഷൻ പാറ്റേൺ ആൻഡ് റൂട്ട് സിസ്റ്റം ഫോർ ഈച്ച് പ്ലാന്റ്. ഈ 4 പ്ലാന്റ്സിൻ്റെയും വെനേഷൻ പാറ്റേണും റൂട്ട് സിസ്റ്റവും നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് വെനേഷൻ, ടൈപ്സ് ഓഫ് വെനേഷൻ, റൂട്ട് സിസ്റ്റം. ഗ്രീൻ ഗ്രാമിൻ്റെ വെനേഷൻ എന്താണ് വരിക, റൂട്ട് സിസ്റ്റം എന്താണ് വരിക, അതൊക്കെ നിങ്ങൾ എഴുതുക. അടുത്ത ആക്ടിവിറ്റി 5 ആണ്. എക്സാമിൻ ദ ഇമേജസ് ഓഫ് ദ കോൺസ്റ്റലേഷൻസ് ഗിവൺ ബിലോ. താഴെ എന്ത് തന്നിട്ടുണ്ട്? 2 ഇമേജസ് തന്നിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിലുള്ളതല്ലത്, പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഇനി എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ഐഡൻറ്റിഫൈ ദ നെയിംസ് ഓഫ് ദ കോൺസ്റ്റലേഷൻസ് ഇൻ ദ ഇമേജ്. അല്ലേ, സ്റ്റാറിൻ്റെ ഒരു ഇമേജാണ് തന്നിരിക്കുന്നത്. അല്ലേ, ചില സമയങ്ങളിൽ ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ ആകാശത്ത് സ്റ്റാർ നോക്കിയാൽ കാണാം. അല്ലേ, ഹണ്ടർ പോലെയൊക്കെ കാണാൻ സാധിക്കില്ലേ? അപ്പോൾ ഐഡൻറ്റിഫൈ ദ നെയിംസ് ഓഫ് കോൺസ്റ്റലേഷൻ ഇൻ ദ ഇമേജസ്. ഇത് 2 ഇമേജസും ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ വിച്ച് മന്ത് ക്യാൻ ബി കോൺസ്റ്റലേഷൻ ഇമേജ് 1 ബി സീൻ ഇൻ ദ സ്കൈ. ഈ ഇമേജ് 1ൽ കാണുന്ന ഈ ഒരു കോൺസ്റ്റലേഷൻ ഇമേജ് ഏത് മാസത്തിലാണ് ആകാശത്ത് കാണാറ്? ഡിസംബറിലല്ലേ കാണാറുള്ളത്. ഇനി ഹൗ മെനി സ്റ്റാർസ് ക്യാൻ ബി ക്ലിയർലി സീൻ ഇൻ ഇമേജ് 2. എത്ര സ്റ്റാർസാണ് ഈ ഒരു ഇമേജ് 2ൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്? 1 2 3 4 5 6 7 7 സ്റ്റാർസ് നമുക്ക് ഇമേജ് 2ൽ കാണാൻ സാധിക്കുന്നുണ്ട്. റൈറ്റ് ദ നെയിം ഓഫ് ദ സോഫ്റ്റ്വെയർ ദാറ്റ് ഹെൽപ്സ് വിത്ത് സ്കൈ വാച്ചിങ്. നമ്മൾ സ്കൈ വാച്ച് ചെയ്യുന്നതിന് നമുക്ക് ഏത് തരം സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നത്, ഹെൽപ്പ് ചെയ്യുന്നത്? ആ സോഫ്റ്റ്വെയറിൻ്റെ പേര് എഴുതാൻ പറഞ്ഞിരിക്കുന്നതാണ് ക്വസ്റ്റ്യൻ, 4ാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത ആക്ടിവിറ്റി 6 ആണ്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO പ്ലാൻസ് മെനി സ്പേസ് മിഷൻ ലൈക്ക് ചന്ദ്രയാൻ. ISRO എന്താണ്? ചന്ദ്രയാൻ പോലത്തെ കുറേ സ്പേസ് മിഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലേ, ISRO കുറേ സ്പേസ് മിഷൻസ് സ്ഥാപിച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് ദ ടേബിൾ അപ്രോപ്രിയേറ്റ്ലി. ഇവിടെ കുറച്ച് മിസ്സിംഗ് ആയിട്ടുള്ള ബോക്സസ് ഉണ്ട്, അത് നിങ്ങളോട് കംപ്ലീറ്റ് ചെയ്യാൻ. ഈ മിഷൻ എ മാസ് എക്സ്പെഡിഷൻ എന്തായിരുന്നു മിഷൻ്റെ പേര്? അതുപോലെ ആദിത്യ L1 ഇവിടെ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു, അതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു, അതിവിടെ നിങ്ങൾ കംപ്ലീറ്റ് ആക്കണം. സ്പേസ് സ്റ്റേഷൻസ് ആർ ലബോറട്ടറീസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ സ്പേസ്. ഈ സ്പേസ് സ്റ്റേഷൻസ് സ്പേസിൽ ലബോറട്ടറീസ് സ്ഥാപിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദോസ് ഹൂ ഗോ ടു സ്പേസ് സ്റ്റേഷൻ. ആ സ്പേസ് സ്റ്റേഷനിലേക്ക് പോകുന്നതിന് എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഫേസ് ചെയ്യുന്നത്, അത് എഴുതണം. സി എന്താണ്? ദി മൂൺ ഈസ് ദ എർത്ത്സ് നാച്ചുറൽ സാറ്റലൈറ്റ്. മൂൺ എന്താണ്? എർത്തിൻ്റെ ഒരു നാച്ചുറൽ സാറ്റലൈറ്റ് ആണ്. ദ മൂൺസ് നോൺ ലുമിനസ് നേച്ചർ ഈസ് വൺ ഓഫ് ഇറ്റ്സ് ഡിഫൈനിങ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ എന്താ പറയുന്നത്? ദി മൂൺസ് നോൺ ലുമിനസ് നേച്ചർ ഈസ് വൺ ഓഫ് ഇറ്റ്സ് ഡിഫൈനിങ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ മൂണിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ദി മൂണ്. എന്താണ്? നോൺ ലുമിനസ് നേച്ചർ ആണ് അതിനുള്ളത്. റൈറ്റ് 2 മോർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മൂൺ. അപ്പോൾ മൂണിനെ കുറിച്ചിട്ടുള്ള ഒരു 2 ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങളുടെ അടുത്ത് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. 1 ഇവിടെ കൊടുത്തിട്ടുണ്ട്, അടുത്ത 2 നിങ്ങളോട് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 7th ആണ്. കംപ്ലീറ്റ് ദ മിസ്സിംഗ് പാർട്സ് ഇൻ ദ ഫോളോവിങ് ടേബിൾ. താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്, അതിലത്തെ മിസ്സിംഗ് പാർട്സ് എഴുതാനാണ്. A B C ഇതൊക്കെ മിസ്സിംഗ് ആണ്, അവിടെ നിങ്ങൾ എഴുതണം. എന്താണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്? ഇത് A ക്വസ്റ്റ്യൻ എന്താണ്? ഇത് കംപ്ലീറ്റ് ആക്കുക. ഇവിടെ ഫില്ല് ചെയ്യണം, ഇവിടെ ഫില്ല് ചെയ്യണം, ഈ ABC ഫില്ല് ചെയ്യുക. അടുത്തത് ഇപ്പോൾ എന്താണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്? ഇൻസാറ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ആണ് ഇൻസാറ്റ്. അത് എന്താണ് മേജർ യൂസ് എന്താണെന്ന് നോക്കുക. അതുപോലെ ആസ്ട്രോണമി സ്റ്റഡി നടത്താൻ ഒരു സാറ്റലൈറ്റ് ഉണ്ട്, ആ സാറ്റലൈറ്റിൻ്റെ പേര് എഴുതുക. അതുപോലെ GSAT-7 ഒരു സാറ്റലൈറ്റ് ആണ്, അതിൻ്റെ മേജർ യൂസ് എന്താണ്? നെക്സ്റ്റ് റൈറ്റ് ദ നെയിം ഓഫ് ദ ഇന്ത്യൻ സിസ്റ്റം സിമിലർ ടു GPS. റൈറ്റ് ദ നെയിം ഓഫ് ദ ഇന്ത്യൻ സിസ്റ്റം സിമിലർ ടു GPS. GPS പോലത്തെ ഒരു ഇന്ത്യൻ സിസ്റ്റം ഉണ്ട്,
അതുകൂടെ നിങ്ങൾ എഴുതണം. നെക്സ്റ്റ് റോക്കറ്റ് ലോഞ്ചേഴ്സ് ആർ ക്യാരീഡ് ഔട്ട് ഫ്രം സ്പെസിഫിക് സെൻറ്റേഴ്സ് അല്ലേ. റോക്കറ്റ് ലോഞ്ചിങ്ങിന് നമ്മൾ റോക്കറ്റ് വിക്ഷേപിക്കുന്നതിന് എങ്ങനെയാണ് ചില സ്ഥലങ്ങൾ നമ്മൾ നിയമിച്ചിട്ടുണ്ട്. അതുപോലെ സം ഇൻഫോർമേഷൻസ് അബൌട്ട് സച്ച് സെൻറ്റേഴ്സ് ഇൻ അവർ കൺട്രി ഈസ് പ്രൊവൈഡഡ് ബിലോ. നമ്മളുടെ രാജ്യത്ത് ഇതുപോലെ റോക്കറ്റ് ലോഞ്ചസ് നടത്തുന്നതിനുള്ള ചില സ്ഥലങ്ങൾ നമ്മൾ നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി താഴെ 2 പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ശ്രീഹരിക്കോട്ട, ആന്ധ്രാപ്രദേശ്. എവിടെയാണത്? ശ്രീഹരിക്കോട്ട, ആന്ധ്രാപ്രദേശിലാണ് ആ റോക്കറ്റ് ലോഞ്ചസ് സെൻറ്റർ ഉള്ളത്. ഇറ്റ് ഈസ് സ്റ്റാർട്ടഡ് ഓപ്പറേഷൻസ് ഇൻ 1971. ഇത് എപ്പോഴാണ് തുടങ്ങിയത്? 1971 തുടങ്ങിയിരിക്കുന്നത്. ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് റോക്കറ്റ് ലോഞ്ച് സെൻറ്റർ? ആ റോക്കറ്റ് ലോഞ്ച് സെൻറ്ററിൻ്റെ പേരെന്താണ് എന്നാണ് ചോദിക്കുന്നത്. റൈറ്റ് ദ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് റോക്കറ്റ് ലോഞ്ച് സെൻറ്റർ. ആ റോക്കറ്റ് ലോഞ്ച് സെൻറ്ററിൻ്റെ പേരെന്താണ് എന്നാണ് ചോദിക്കുന്നത്. അടുത്ത ആക്ടിവിറ്റി 8 ആണ്. എക്സാമിൻ ദ ഇമേജ് പ്രൊവൈഡഡ് ഹിയർ. റൈറ്റ് വാട്ട് എ ആൻഡ് ബി പ്രസൻറ്റ് ഇൻ ദ ഇമേജ്. ഈ ഇമേജിൽ എയും ബിയും എന്തിനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്? ഈ സ്റ്റേജ് ഏതാണെന്ന് മാത്രമാണ് എഴുതണ്ടുള്ളൂ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ചേഞ്ച് ഒക്യൂറിങ് ഇൻ ഈച്ച് പാർട്ട്. ഓരോ സ്റ്റേജസിലും ഓരോ പാർട്ടിലും എന്തൊക്കെ ചേഞ്ചസ് ആണ് സംഭവിക്കുന്നത്? നമ്മൾ സീഡ് നടുന്നത് മുതൽ ഇലകൾ ഉണ്ടാവുന്ന വരെ എന്തൊക്കെ ചേഞ്ചസ് ആണ് സംഭവിക്കുന്നത് അത് എഴുതണം. തേർഡ്, ക്ലാസിഫൈ ദ ഫോളോയിങ് പ്ലാന്റ്സ് ബേസ്ഡ് ഓൺ ദി പ്ലാന്റിംഗ് മെറ്റീരിയൽസ് യൂസ്ഡ്. ക്ലാസിഫൈ ദ ഫോളോയിങ് പ്ലാന്റ്സ്. താഴെ കുറച്ച് ബോക്സിൽ പ്ലാന്റ്സുകൾ തന്നിട്ടുണ്ട്. ഇത് എന്ത് ചെയ്യണം? ക്ലാസിഫൈ ചെയ്യണം. എന്തിൻ്റെ ബേസിലാണ്? നമ്മൾ പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ നടുന്ന സമയത്ത് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുന്നത്? ക്ലാസിഫൈ ദ ഫോളോയിങ് പ്ലാന്റ്സ് ബേസ്ഡ് ഓൺ ദ പ്ലാന്റിംഗ് മെറ്റീരിയൽസ് യൂസ്ഡ്. ഇതൊക്കെ നടുന്നതിന് വേണ്ടി മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നുണ്ട്. ആ മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നതിൻ്റെ ബേസിൽ നമുക്കിതിനെ ക്ലാസിഫൈ ചെയ്യണം. പാഡി, എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് നമ്മളിതിന് ഉപയോഗിക്കാറ്? ടാപ്പിയോക്ക, മിറാക്കിൾ ലീവ്സ് പ്ലാന്റ്, ബ്രെഡ് ഫ്രൂട്ട്, പീ ജാസ്മിൻ, കറി ലീവ്സ്, ഗ്രൗണ്ട് പാം, നിലപ്പന. ഇതൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ നടുന്നത്? നമ്മളെങ്ങനെ? പാഡി എന്തുപയോഗിച്ചാൽ? സീഡ് ഉപയോഗിച്ചിട്ടല്ലേ നമ്മൾ പാഡി. അതുപോലെ ടാപ്പിയോക്ക എന്താണ്? സ്റ്റെമ്മാണ് ഉപയോഗിക്കുന്നത് അല്ലേ. അതുപോലെ മിറാക്കിൾ ലീവ്സ് എന്താ? ഇലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബ്രെഡ് ഫ്രൂട്ട്, പീ ആൻഡ് ജാസ്മിൻ സ്റ്റെമ്മും പീക്ക് നമ്മൾ സീഡാണ് ഉപയോഗിക്കുന്നത്. കറി ലീവ്സിന് സ്റ്റെമ്മാണ്. ഗ്രൗണ്ട് പാമിന് എന്താണ് ഉപയോഗിക്കുന്നത്? സീഡാണ്. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് നമ്മളിതിനെ ക്ലാസിഫൈ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ 8 ആക്ടിവിറ്റീസ് അടങ്ങുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങളുടെ ബേസിക് സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. എല്ലാവരും നല്ലപോലെ ടെക്സ്റ്റ് വായിച്ച് നോക്കുക. ടെക്സ്റ്റ് 2-3 തവണ വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടാവും. എല്ലാവരും അർത്ഥമറിഞ്ഞ് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. ടീച്ചേഴ്സ് നോട്ട് തന്നിട്ടുണ്ടെങ്കിൽ അതും ഒരു 2-3 തവണ വായിച്ച് നോക്കുക. എല്ലാവരും നന്നായി എക്സാം എഴുതുക. ഇത് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു മോഡൽ പേപ്പർ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഏകദേശം ഇതുപോലെയാണ് ക്വസ്റ്റ്യൻസ് വരിക. ഇതേ ക്വസ്റ്റ്യൻ വരില്ല, ഇതുപോലെ ആയിരിക്കും വരിക. നിങ്ങൾക്കൊരു പേടി മാറ്റാനൊക്കെ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ടെക്സ്റ്റ് നല്ലപോലെ വായിച്ചോളൂ. എല്ലാവരും നല്ലപോലെ എക്സാം എഴുതുക. നന്നായി വായിച്ച് നോക്കുക ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. എല്ലാവർക്കും നന്ദിയുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എൻ്റെ വീഡിയോസ് അയച്ചു കൊടുക്കുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ലതുപോലെ എക്സാം എഴുതുക. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.